കുർബാന നടക്കത്തില്ലേ? അതാണ് ഈ സംഭവം. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് നമ്മൾ ചോദിച്ച കാര്യം ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊന്ന് കുർബാന മുടക്കത്തില്ലേ? അപ്പോൾ ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിൽക്കണവനും മുടക്കും, ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിൽക്കണവനും മുടക്കും. അവർ തങ്ങളുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. നമ്മുടെ അച്ഛന്മാരെയൊക്കെ പള്ളിയിൽ വീട്ടിലിരുന്നുകൊണ്ട് എപ്പോഴും പള്ളി കമ്മിറ്റിയിലും മറ്റു സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ കുഞ്ഞുമക്കളെ കേൾക്കുകയും പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചൊക്കെ തോന്നിവാസങ്ങൾ പറയുകയില്ലേ? അവർ തങ്ങളുടെ പ്രവാചകന്മാരെ, ചില അച്ഛന്മാരായാലും ശരി ആരായാലും ശരി അവർക്ക് മാനുഷികമായിട്ട് ബലഹീനതയൊക്കെ ഉണ്ടാകാം. പക്ഷേ അതേസമയം തന്നെ സ്ഥിരമായിട്ട് അച്ഛന്മാരെ വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് കൊടിയ നിരീശ്വരന്മാരുണ്ടാകും. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രഭു അങ്ങനെ നല്ല വിത്തല്ലേ വിതച്ചത്, കളകൾ എങ്ങനെ ഉണ്ടായി? ഇപ്പം ദൈവം വിതക്കുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ അത് എടുത്ത് മാറ്റും. ഇപ്പം കാറ്റഗിസത്തിൻ്റെ ദിവസങ്ങളിൽ കല്യാണത്തിന് മക്കളെയും പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മമാരില്ലേ? അപ്പോൾ അമ്മമാരുടെ മുമ്പിൽ പിള്ളേർക്ക് മനസ്സാകും കാറ്റഗിസത്തിൽ വലിയ കാര്യമൊന്നുമില്ല, അമ്മയല്ലേ ദൈവം അവരുടെ. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ തന്നെ ഇപ്പം നിങ്ങളെ മക്കൾ കഞ്ചാവാണ്, മക്കളെ പോലീസ് പിടിച്ചു, അവരൊന്നും ചെയ്തില്ല വെച്ചാൽ എന്നൊക്കെ നിലയം പിടിച്ച് വരികയല്ലേ? അപ്പോഴേ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ നല്ല കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവപേടി കൊടുക്കാതെ അടിയന്തരത്തിന് അനിയത്തിൻ്റെ കല്യാണം മനസ്സമ്മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറ്റഗിസം മുടക്കി ഇതിനൊക്കെ വലിച്ചുകൊണ്ട് പോകണില്ലേ? അതിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം അന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങളെ എടുത്തു കളഞ്ഞു. അത് ശത്രു ചെയ്ത പണിയാണെന്ന് കളകൾ വിതച്ചു. അതിനേക്കാൾ പ്രധാനപ്പെട്ടാണ് മനസ്സമ്മതം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും. അപ്പം നമുക്കറിയത്തില്ല, പിന്നീട് ഇത് തിരിച്ചു വരും എല്ലാം കൂടി. അപ്പം നമ്മൾ താങ്ങത്തില്ല, ജയിലിൽ പോയി കാണേണ്ടി വരും. അതാണ് പ്രശ്നം. ആരും കുറ്റം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ തന്നെ എപ്പോഴും സന്ദേഹമാണ്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് ഈ ഏരിയ പ്രത്യേകം പറയണത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കൂടെ നേരൊക്കെ പോയി, ഞാൻ മാത്രം അവശേഷിച്ചു. അപ്പോൾ ദൈവതിരുസന്നിധി ചിലപ്പോൾ 99 പോയെന്ന് വരും. അപ്പോഴും നീ മാത്രം അവശേഷിക്കാൻ വേണ്ടി നിനക്കും എനിക്കും വേണ്ടി എഴുതിയ സുവിശേഷമാണിത്. ഞാൻ മാത്രം അവശേഷിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ആത്മീയ വീഴ്ചകളും വിശ്വാസ തകർച്ചകളും സംഭവിക്കുമ്പോഴും ഏലിയായെ പോലെ വിശ്വാസത്തിന്റെ പേരിലെ ദൈവസ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അതിജീവിക്കുവാൻ അവശേഷിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ.